PSC പരീക്ഷ അറ്റൻഡ് ചെയ്യുന്ന തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ബോഡ്മാസ് തിയറം. ബോഡ്മാസ് തിയറം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഇതുപോലെ PSC പരീക്ഷകൾ വളരെ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ചോദ്യമാണ്. ഇതുപോലെയുള്ള ഈ കോംപ്ലിക്കേറ്റഡ് ഉള്ള ഇക്വേഷൻസ്, അതായത് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പലർക്കും വളരെ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ തുടങ്ങണം എവിടെ തീർക്കണം എന്ന് എല്ലാവർക്കും ആദ്യം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും. തുടക്കക്കാരാണ് കുറച്ച് പഠിച്ച് നമ്മൾ ഇതിന് കുറച്ച് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന ബോഡ്മാസ് തിയറം എന്നൊരു തിയറം വെച്ചിട്ടാണ്. അപ്പം ആ തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇത് ഏത് ക്രമത്തിൽ സോൾവ് ചെയ്യണം, ഏത് ക്രമത്തിൽ എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്ന് നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഒരു തിയറമാണ് ബോഡ്മാസ് തിയറം. അതായത് ഇത് ഫസ്റ്റ് നമ്മൾ ഇത് ജസ്റ്റ് എന്താണ് ഇതിന്റെ ഫുൾ ഫോം പറയാം. അതായത് ബോഡ്മാസ് തിയറം എന്ന് പറഞ്ഞാൽ ഇത് ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ ആണ്, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. അതായത് ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള എന്താണോ അത് ആദ്യം പെർഫോം ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രാക്കറ്റിന്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഡിവിഷൻ ചെയ്യുക, സെക്കൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, പിന്നെ അഡീഷൻ, പിന്നെ ലാസ്റ്റ് ആണ് സബ്സ്ട്രാക്ഷൻ. അതാണ് അതിന്റെ ഓർഡർ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് അതാണ് ഈ ബോഡ്മാസ് തിയറം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡ്മാസ് തിയറം വെച്ച് നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് സോൾവ് ചെയ്യാനുണ്ട്, ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തുണ്ട്. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ നമ്മൾ ഈ ക്വസ്റ്റിലേക്ക് നോക്കുമ്പോൾ തന്നെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റിലെ ബ്രാക്കറ്റിനകത്തുള്ളത് പെർഫോം ചെയ്യാനാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതാണ് ബ്രാക്കറ്റ് കിടക്കുന്നത്. അപ്പം ബ്രാക്കറ്റിനകത്തേക്ക് വരുമ്പോൾ ഇവിടെ സബ്സ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ ബോഡ്മാസിലേക്ക് വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡിവിഷനാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ 120 ഡിവൈഡ് ബൈ 20 ആദ്യം ചെയ്യണം. അതായത് ബാക്കി അതുപോലെ തന്നെ നമുക്ക് എഴുതുക 100 മൈനസ് 25 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 പ്ലസ് ബ്രാക്കറ്റിനകത്തുള്ളതിനകത്ത് 72, അതായത് 72 മൈനസ് 120 ഡിവിഷൻ ആദ്യം ചെയ്യുമ്പോൾ 120 ബൈ 20 വരുമ്പോൾ 6 വരും. 6 ഇൻറ്റു 3 അതങ്ങനെ തന്നെ. ബാക്കി അടുത്ത് വരുമ്പോഴത്തേനും 100 മൈനസ് 25 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 പ്ലസ് ബ്രാക്കറ്റിനകത്ത് അടുത്ത ബ്രാക്കറ്റിനകത്ത് വരുമ്പോഴത്തേനും ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത് ഇൻറ്റു ആണ്. അപ്പൊ 6 ഇൻറ്റു 3 18 വരും. അപ്പൊ പ്ലസ് 72 മൈനസ് 18. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇത് വരും. അത് കഴിഞ്ഞ് അടുത്ത് വരുമ്പോൾ ഈ ബ്രാക്കറ്റിന് 25 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2 പ്ലസ് 72 മൈനസ് 18 വരുമ്പോഴത്തേനും നമുക്ക് വരുന്നത് 54. ഓക്കെ, 54 വന്നു. ഓക്കെ, ബാക്കി അപ്പൊ ഇതെല്ലാം ബ്രാക്കറ്റിനകത്ത് ഫുൾ സോൾവ് ആയി. ഇനിയിപ്പോ നമുക്ക് ഫുൾ മൊത്തത്തിൽ കിടക്കുന്ന അതിനായിട്ട് നമുക്ക് ആദ്യം പെർഫോം ചെയ്യേണ്ടത് നോക്കുമ്പോൾ ഡിവിഷൻ ആദ്യം പെർഫോം ചെയ്യണം. അപ്പം 100 മൈനസ് 25 ഡിവൈഡ് ബൈ 5 തന്നെ ആൻസർ വരും. 5 ഇൻറ്റു 2 പ്ലസ് 54 വരും. അപ്പം 100 മൈനസ് 5 ഇൻറ്റു 2 10 പ്ലസ് 54. അപ്പം ഇങ്ങനെ വരുന്നതിന് അടുത്ത വരുന്നതിനും പ്ലസ് അഡീഷൻ ആഡ് ചെയ്യണം. അപ്പം 100 മൈനസ് 10 പ്ലസ് 54 44 വരും, പ്ലസ് 44 വരും, പ്ലസ് 44. അപ്പം ആൻസർ വരുമ്പോഴത്തേനും 100 പ്ലസ് 44 144 144 ഇതിന്റെ ആൻസർ വരുന്നത്. അതുപോലെ മറ്റൊരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അപ്പം ജസ്റ്റ് നോക്കുക, നമുക്ക് 700 മൈനസ് 3 ഇൻറ്റു 150 പ്ലസ് 64 ഡിവൈഡ് ബൈ 4 ഇൻറ്റു 3. അപ്പൊ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ജസ്റ്റ് നോക്കാം. അപ്പൊ നമ്മൾ ബ്രാക്കറ്റാണ്, ബ്രാക്കറ്റിനകത്തെ നമ്മൾ ആദ്യം സോൾവ് ചെയ്യണം. അപ്പൊ ആ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് പ്ലസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പെർഫോം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. അപ്പൊ 700 മൈനസ് 3 ഇൻറ്റു 150 പ്ലസ് 64 ഡിവൈഡ് ബൈ 4 16 ആണ് ആൻസർ. 16. അപ്പം 16 ഇൻറ്റു 3. അടുത്തത് ബ്രാക്കറ്റിനകത്തുള്ളത് സോൾവ് ചെയ്ത് വരുമ്പോൾ 700 മൈനസ് 3 ഇൻറ്റു 150. അടുത്ത് ഇവിടെ പ്ലസും മൾട്ടിപ്ലിക്കേഷൻ പ്ലസും ഇൻറ്റു ആണല്ലോ. അപ്പം അത് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നത്. അപ്പം 150 പ്ലസ് 16 ഇൻറ്റു 3 48. അപ്പോൾ ഇങ്ങനെ വരും. അടുത്തത് 700 മൈനസ് 3 ഇൻറ്റു 150 പ്ലസ് 48 198 വരും. 198. അപ്പോൾ ഇനി വരുന്ന നമുക്ക് പറഞ്ഞാൽ 700 അടുത്ത് ഇത് മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ മൈനസ് 3 ഇൻറ്റു 198 വരും. 3 ഇൻറ്റു 198 എന്ന് പറയുമ്പോൾ 594 ആൻസർ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും 700 മൈനസ് 594 വിച്ച് ഈസ് ഈക്വൽ ടു
106 എന്നാണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ.